നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി പൂരാടം നക്ഷത്ര ഫലമാണ്. ജ്യോതിഷപരമായ മാറ്റങ്ങളുടെയും വിപ്ലവകരമായ ഗ്രഹവിന്യാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ 2026 ഫെബ്രുവരി മാസം പൂരാടം നക്ഷത്രക്കാർക്ക് അതീവ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ധനുരാശിയിലെ രണ്ടാമത്തെ നക്ഷത്രമായ പൂരാടം ശുക്രൻ്റെ ആധിപത്യമുള്ളതും ജലാധിപതിയായ ആപ്പസ് ദേവതയുമായിട്ടുള്ള ഈ നക്ഷത്രം ഫെബ്രുവരി മാസത്തെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ കുംഭൻ രാശിയിൽ സംഭവിക്കുന്ന പഞ്ചഗ്രഹ യോഗവും ഫെബ്രുവരി 17 വാർഷിക സൂര്യഗ്രഹണവും വ്യക്തിജീവിതത്തിലും തൊഴിൽ മേഖലയിലും നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്നാണ് കാണാവുന്നത്. 2026 പൊതുവായ ഊർജം ആത്മപരിശോധനയിലേക്കും അടിസ്ഥാനപരമായ ഘടനകളിലേക്കും പുനർനിർമ്മാണത്തിലേക്കുമാണ് വില ചൂണ്ടുന്നത്. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശാധിപനായ വ്യാഴം മിഥുനൻ രാശിയിൽ നിൽക്കുന്നതും ശനി 4ാം ഭാവത്തിൽ അർദ്ധാഷ്ടമ സ്ഥിതിയിൽ തുടരുന്നതും ഫലങ്ങൾ വൈവിധ്യം കൊണ്ടുവരുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസംക്രമണങ്ങൾ പൂരാട നക്ഷത്രക്കാർക്ക് 3-4 ഭാവങ്ങളെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ധനുക്കൂറുകാർക്ക് കുംഭൻ രാശി 3ാം ഭാവമാണ്. ഇവിടെയാണ് സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, രാഹു എന്നിവരുടെ സംഗമം നടക്കുന്നത്. 3ാം ഭാവം ധൈര്യം, സഹോദരങ്ങൾ, ആശയവിനിമയം, ചെറിയ യാത്രകൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഇടമാണ്. ഈ ഭാവത്തിൽ ഇത്രയധികം ഗ്രഹങ്ങൾ ഒത്തുചേരുന്നത് വ്യക്തിതലത്തിലും വലിയ മാറ്റങ്ങൾ ആശയവിനിമയ രംഗത്തും പുതിയ സാധ്യതകൾക്കും വഴിയൊരുക്കും. അതേസമയം 4ാം ഭാവമായ മീനത്തിൽ ശനി തുടരുന്നത് വൈകാരികമായ സമ്മർദ്ദങ്ങൾക്കും കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിനൊക്കെയുള്ള കാരണമായി മാറുകയും ചെയ്യാവുന്നതാണ്. പൂരാട നക്ഷത്രക്കാർ സ്വതവേ ബുദ്ധിശാലികളും തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉറച്ചു നിൽക്കുന്നവരുമാണ്. തോൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഇവരുടെ സ്വഭാവം 2026 വെല്ലുവിളികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കി മാറ്റുകയും ചെയ്യും. ശുക്രന്റെ സ്വാധീനം ഇവരിൽ കലാപരമായ അഭിരുചിയും ആഡംബരത്തോടുള്ള താല്പര്യമൊക്കെ ഉണ്ടാക്കും. എന്നാൽ 2026 ശനി അർദ്ധാഷ്ടമ സ്ഥിതി ഇവരെ കൂടുതൽ പക്വതയുള്ളവരാക്കി മാറ്റുമെന്നാണ് നിരീക്ഷത്തിൽ കാണുന്നത്. ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസമ്മേളനം ഇവരുടെ ആശയവിനിമയ പാടവത്തെ വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിച്ഛായ നൽകുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. പൂരാട നക്ഷത്രത്തിന് 4 പാദങ്ങളും ധനുരാശിയിൽ തന്നെയാണ് വരുന്നത്. എന്നിരുന്നാലും ഓരോ പാദത്തിലും ജനിച്ചവർക്ക് ഫെബ്രുവരി മാസത്തിൽ നേരിയ വ്യത്യാസങ്ങളാണ് ഫലങ്ങളിൽ കാണാവുന്നത്. 2026 ഫെബ്രുവരി മാസം പൂരാട നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. 10ാം ഭാവത്തിന്റെ അധിപനായ ബുധൻ 3ാം ഭാവത്തിൽ രാഹുവുമായി ചേർന്ന് നിൽക്കുന്നത് വിപ്ലവകരമായ ആശയങ്ങൾ തൊഴിൽ മേഖലയിൽ നടപ്പിലാക്കാൻ സഹായിക്കും. മാർക്കറ്റിംഗ്, സെയിൽസ്, പരസ്യം, IT എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം അതീവ ഗുണകരമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായുള്ള ചാതുര്യം ജോലി സ്ഥലത്ത് അംഗീകാരങ്ങൾ നേടിത്തരും. എന്നാൽ 4ാം ഭാവത്തിലെ ശനി ജോലിഭാരം വർദ്ധിപ്പിക്കുകയും മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്തേക്കാം. മേലധികാരികളുമായി ഇടപഴകുമ്പോൾ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിനയത്തോടെ പെരുമാറുന്നത് നന്നായിരിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും ഉന്നത പഠനത്തിനായി വിദേശ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്കും ഫെബ്രുവരി പകുതിക്ക് ശേഷം അനുകൂലമായ വാർത്തകൾ ലഭിക്കും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്താനും ബിസിനസ് വിപുലീകരിക്കാനും ഈ മാസത്തെ ഗ്രഹവിന്യാസം സഹായിക്കും. സാമ്പത്തികമായി പൂരാട നക്ഷത്രക്കാർക്ക് ഈ മാസം സമ്മിശ്ര ഫലങ്ങളാണ് പ്രവചിക്കപ്പെടുന്നത്. വരുമാന വർധനവിനുള്ള സാധ്യതകൾ തെളിയുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളെ വലച്ചേക്കാം. ഫെബ്രുവരി 13-14 തീയതികളിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസങ്ങളായതിനാൽ ഈ ദിവസങ്ങളിൽ എടുക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും. ആഭരണങ്ങൾ വാങ്ങാനോ വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാനോ ഉള്ള ഭാഗ്യം ഈ മാസത്തിൽ കാണുന്നുണ്ട്. ഹൈ റിസ്ക് നിക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് ഊഹക്കച്ചവടം, ക്രിപ്റ്റോ കറൻസി തുടങ്ങിയവയിൽ പണം മുടക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. ശനിയുടെ അർദ്ധാഷ്ടമ സ്ഥിതി കാരണം വസ്തുസംബന്ധമായ ഇടപാടുകളിൽ തടസ്സങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട്. അതിനാൽ എല്ലാ ഇടപാടുകളും രേഖാമൂലം സൂക്ഷിക്കുന്നത് നിർബന്ധമാണ്. അടിയന്തര ആവശ്യങ്ങൾക്കായി ഒരു എമർജൻസി ഫണ്ട് കരുതി വയ്ക്കുന്നത് ബുദ്ധിപരമായിരിക്കും. കുടുംബജീവിതത്തിൽ പൂരാട നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം ചില ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും 4ാം ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം കുടുംബത്തിലെ സമാധാനത്തെ നേരിയ രീതിയിലൊക്കെ ബാധിക്കാനും മാതാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതിൻ്റെയും ഓർമ്മപ്പെടുത്തൽ കാണുന്നുണ്ട്. എന്നിരുന്നാലും 7ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പങ്കാളിയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ സഹായിക്കും. വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനോ പുണ്യകർമ്മങ്ങളിൽ പങ്കുചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം നിർണായകമാണ്. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ തുറന്ന ആശയവിനിമയം ആവശ്യമാണ്. വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങളുടെ അഭിപ്രായം തേടുന്നത് ഉചിതമാണ്. സാമൂഹ്യ ജീവിതത്തിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. പഴയ സുഹൃത്തുക്കളുമായുള്ള ബന്ധം പുതുക്കാനും അവസരം ലഭിക്കുന്നതാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പൂരാട നക്ഷത്രക്കാർ ഫെബ്രുവരിയിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാകണം. അർദ്ധാഷ്ടമ ശനി മാനസിക പിരിമുറുക്കം ഉണ്ടാക്കാനുള്ള ഇടയുണ്ട്. ഇത് നിങ്ങളിൽ ഉറക്കക്കുറവും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമായും വരാം. നെഞ്ചിലോ ശ്വാസകോശത്തിലോ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ വൈദ്യസഹായം തേടാൻ മടിക്കാതിരിക്കരുത്. 3ാം ഭാവത്തിലെ രാഹുവിൻ്റെയും ചൊവ്വയുടെയും സാന്നിധ്യം നിങ്ങളുടെ അമിതമായ അധ്വാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇത് ശാരീരികമായ ക്ഷീണത്തിന് ഇടയാക്കുകയും ചെയ്യും.
ദിവസവും യോഗ, മെഡിറ്റേഷൻ ഇവയൊക്കെ ശീലിക്കുന്നതും മാനസികാരോഗ്യം നിലനിർത്താൻ സഹായിക്കും. വിനോദയാത്രകൾ ചെയ്യുമ്പോൾ ഭക്ഷണശുദ്ധി ഉറപ്പുവരുത്തുക. 2026 ഫെബ്രുവരി 17 കുംഭൻ രാശിയിൽ സംഭവിക്കുന്ന വാർഷിക സൂര്യഗ്രഹണം പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഉണർവിൻ്റെ സമയമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ നക്ഷത്രത്തിൽ നിന്ന് 3-ാം ഭാവത്തിലാണ് ഈ ഗ്രഹണം നടക്കുന്നത്. ഈ ആശയവിനിമയ രംഗത്ത് പുതിയ തുടക്കങ്ങൾക്കും പഴയ രീതിയിലുള്ള ചിന്തകൾ ഉപേക്ഷിക്കാനുമാണ് ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഈ ഗ്രഹണം ദൃശ്യമല്ലെങ്കിലും ജ്യോതിഷപരമായി ഇതിൻ്റെ പ്രഭാവം അനുഭവപ്പെടും. ഗ്രഹണ സമയത്ത് പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ ഒഴിവാക്കുക. പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കുമായി മനസ്സിനെ ശാന്തി നൽകാനും ക്രമപ്പെടുത്തുക. അർദ്ധാഷ്ടമ ശനിയുടെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്. ഓം ശം ശനൈശ്വരേ നമഃ എന്ന മന്ത്രം ജപിക്കുന്നതും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങളുടെ രാശിയാധിപനായ വ്യാഴം അനുകൂലമായി നിൽക്കുന്നതിനാൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. പൂരാട നക്ഷത്രത്തിന്റെ അധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്താൻ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് വെളുത്ത പൂക്കൾ അർപ്പിക്കുകയോ ലളിതാ സഹസ്രനാമം ജപിക്കുകയോ ചെയ്യുക. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും വസ്ത്രം നൽകുന്നതും ദോഷശമനത്തിന് ഉത്തമമാണ്. ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് കേതുദോഷ പരിഹാരത്തിന് ഉത്തമമാണ്.